വേൾഡ് റോബോട്ട് ഒളിമ്പ്യാഡിൽ ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള കേരള സ്റ്റാർട്ടപ്പ് കമ്പനിയായിട്ടുള്ള യുണീക് വേൾഡ് റോബോട്ടിക്സിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ അറിയുന്നത്. Morning Talks with RJ Hira. My name is Benson Thomas George. ഞാൻ യുണീക് വേൾഡ് റോബോട്ടിക്സിന്റെ ഫൗണ്ടർ ആൻഡ് സിഇഒ ആണ്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് വേൾഡ് റോബോട്ട് ഒളിമ്പ്യാഡ് എന്ന് പറയുന്ന കോമ്പറ്റീഷന് ഞാൻ അറ്റംപ്റ്റ് ചെയ്യുന്നത് തന്നെ. അപ്പം ഈ കോമ്പറ്റീഷനിൽ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ അതായത് ഇത് 24 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഈ 24 വർഷത്തിൽ ഒരു തവണ പോലും കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ നാഷണൽസ് വിൻ ചെയ്തിട്ടില്ല. ആ ഹിസ്റ്ററിയാണ് നമ്മൾ തിരുത്തിയത്. If we get the right students, if we have the right coaches and right mindset, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അത് ചെയ്തപ്പോൾ തന്നെ what I felt, നമ്മളുടെ കേരളത്തിലെ കുട്ടികൾക്ക് if you give the right opportunity, they will outshine anyone and everyone in the entire world. There is no doubt in that. Okay, അപ്പൊ അങ്ങനെ ചരിത്രം നമ്മൾ ചെറുതായിട്ടൊന്ന് മാറ്റിയിരിക്കുകയാണ്. ഇനി എന്താണ് റെസ്ക്യൂ ടെക് അലൈസ്, അതിനെ പറ്റി പറയൂ. ഓക്കെ, ടീമിന്റെ പേരാണ് റെസ്ക്യൂ ടെക് അലൈസ്. ഇപ്പം ഈ കോമ്പറ്റീഷന് എർത്ത് അലൈസ് എന്നാണ് ഈ വർഷത്തെ തീം. അപ്പം എർത്ത് അലൈസ് എന്നൊരു കോൺസെപ്റ്റ് നമ്മളുടെ എർത്തിൽ നടക്കുന്ന പല കാര്യങ്ങളിൽ എങ്ങനെ ടെക്നോളജി എസ്പെഷ്യലി റോബോട്ട്സ് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഈ വർഷത്തെ ഒരു തീം. അപ്പൊ നമ്മളുടെ കുട്ടികൾ എടുത്ത ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്, അവിടെയാണ് ഈ ഒരു കോമ്പറ്റീഷനൊക്കെ പവർ ഞാൻ കാണുന്നത്. കാരണം അവരൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റിന്റെ തീം തരത്തേയുള്ളൂ. അവിടുന്ന് സ്റ്റുഡൻസ് ക്യാൻ കം അപ്പ് വിത്ത് ദ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എക്സിസ്റ്റിംഗ് ഇൻ ദി നമ്മുടെ നാട്ടിൽ എന്തൊക്കെ ചലഞ്ചസ് ഉണ്ടോ അത് റിസർച്ച് ചെയ്ത് അവര് ആ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിനുള്ള സൊല്യൂഷനിലൊക്കെ വരുന്നത്. അല്ലാതെ ആദ്യമേ ഒരു സെറ്റ് ചലഞ്ച് ഒന്നും നമുക്ക് തരുന്നില്ല. നമ്മളപ്പം അത്രയും ഡെപ്തിലേക്ക് കുട്ടികൾ പോവാം. 2008 ഫ്ലഡ് വന്ന സമയത്ത് നമ്മൾ ഒത്തിരി ചലഞ്ചസ് ഫേസ് ചെയ്തു. കാരണം റെസ്ക്യൂ മിഷൻ ഇനീഷ്യലി ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. കാരണം ഞാനും ആ സമയത്ത് ഇൻ പേഴ്സൺ ആ ആക്ടിവിറ്റിയിൽ വളരെ ഇൻവോൾവ് ആയിട്ട് ഒരാളായിരുന്നു. അതുകൊണ്ട് നമുക്കറിയാം നമ്മൾ എങ്ങനെ ഫിഷർമെൻ കമ്മ്യൂണിറ്റിയിൽ നിന്നൊക്കെ അവരുടെ ബോട്ടുകൾ കൊണ്ടുവന്നൊക്കെയാണ് നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആൾക്കാരെ രക്ഷിച്ചത്. അപ്പം ഈ തോട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ കുട്ടികൾ ചിന്തിച്ചു, ആദ്യം നമ്മൾ ചിന്തിച്ചത് ഈ വേസ്റ്റ് ഒക്കെ കളക്ട് ചെയ്യുന്ന റോബോട്ടായിരുന്നു. അതൊരു ഈ കുട്ടികളുടെ ഏജ് അനുസരിച്ച് ഇറ്റ്സ് എ ഗുഡ് തോട്ട് പ്രോസസ്. പക്ഷെ അതിനപ്പുറത്തേക്ക് എങ്ങനെ കൊണ്ടുപോകാമെന്നുള്ള ചിന്തയിൽ നമ്മൾ എപ്പോഴും കോച്ചസും സ്റ്റുഡൻസും അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയിലാണ്. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് ഈ ഫ്ലഡിന്റെ കാര്യങ്ങൾ വന്നത്. ഫ്ലഡിന്റെ സമയത്ത് നമ്മൾ ആൾക്കാരെ റെസ്ക്യൂ ചെയ്യുന്ന ഒരു ആസ്പെക്ട് ഉണ്ടായിരുന്നു. പ്ലസ് ഈ ഫ്ലഡൊക്കെ വെള്ളമൊക്കെ പോയി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ചലഞ്ച് നമ്മുടെ ഈ ഭയങ്കര വേസ്റ്റിന്റെ ഒരു ഡെപ്പോസിഷൻ വരുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നോക്കിയത്. വാട്ടർ ബോഡിയിൽ എങ്ങനെ വേസ്റ്റ് കളക്ട് ചെയ്യാം, അതിനുശേഷം ലാൻഡിൽ എങ്ങനെ വേസ്റ്റ് കളക്ട് ചെയ്യാം. സോ അങ്ങനെയുള്ളൊരു തോട്ട് പ്രോസസ്സിൽ നിന്നാണ് നമ്മൾ വി മെയ്ഡ് എ റോബോട്ട് വിച്ച് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഫോർ റെസ്ക്യൂയിങ്. നമ്മളുടെ ഈ ഫ്ലഡിന്റെ സമയത്ത് സ്റ്റാൻഡേർഡായി കിടക്കുന്ന ആൾക്കാരെ റെസ്ക്യൂ ചെയ്യാവുന്ന ഒരു റോബോട്ട്. ആൻഡ് അറ്റ് ദ വെരി സെയിം ടൈം ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ സീ അല്ലെങ്കിൽ ലേക്ക്, എവിടെയാണെങ്കിലും ആ വാട്ടർ ബോഡിയിലുള്ള വേസ്റ്റ് ഡെപ്പോസിഷൻ കളക്ട് ചെയ്യാനായിട്ട് ഉള്ളൊരു മെക്കാനിസം. അതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. 2-in-1 സംഭവം. എക്സാക്ട്ലി. സോ നമ്മുടെ കുട്ടികളെ നമ്മൾ റൈറ്റ് വേയിലാണ് ഗൈഡ് ചെയ്യുന്നതെങ്കിൽ അവർ ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളായിട്ട് വരും എന്നതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ഇപ്പൊ ഈ കുട്ടികളുടെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത്.